ഗായ്സ് നമ്മുടെ വിജയണ്ണന്റെ ടിവിക്ക് തമിഴ്നാട്ടില് തൂക്കി അടിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 234 സീറ്റില് 108 എണ്ണവും വിജയണ്ണന്റെ ടിവിക്ക് തൂക്കിയിട്ടുണ്ട്. ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ 112 സീറ്റാണ് വേണ്ടത്. അതിൽ 108 എണ്ണം കിട്ടി. ഇനി ബാക്കിയുള്ള സീറ്റ് കോൺഗ്രസുമായിട്ട് സഖ്യം ചേർന്നിട്ട് സെറ്റാക്കുന്നാണ് പറയുന്നത്. അപ്പൊ ഇളയ തലപതി ഇനി മുതൽ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട്. പിന്നെ എന്റെ ടിവിക്ക് എന്റെ ലാസ്റ്റ് വീഡിയോന്റെ താഴെ വന്നിട്ട് ഇപ്പൊ കുറച്ചൊരു കമന്റ് ഇരുന്ന് കണ്ടില്ല ഞങ്ങളുടെ അണ്ണൻ ജയിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. ബ്രോ, അണ്ണൻ ജയിക്കുന്നത് തന്നെയാണ് ഞാനും പറഞ്ഞത്. എന്റെ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണണം. പബ്ലിക് ഒപ്പീനിയൻ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ടിവിക്കാണ് സപ്പോർട്ട് കൂടുതൽ. ടിവിക്ക് വിജയണ്ണനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 20 ലക്ഷം പേര് ഫോറിൽ നിന്ന് വന്നു എന്നൊക്കെ ഞാൻ എന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഞാൻ റിയാക്ട് ചെയ്തത് കുറച്ച് തർക്കുറി ഫാൻസിനെയാണ്. വിജയ് അണ്ണന് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അവനെ സിനിമയിൽ എടുക്കണം എന്ന് പറയാം. വേറൊരുത്തും വിസിൽ വരയ്ക്കാൻ പറയുമ്പോൾ അവന്റെ വിസിൽ വരച്ചു വെക്കുക. നിങ്ങൾ ഇതിന് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യും. വാട്ടവർ, ഒരൊറ്റ ആളുടെ ബ്രാൻഡ് വെച്ചിട്ട് തമിഴ്നാട് മൊത്തം പൊളിറ്റിക്സ് മാറ്റിയിരിക്കുകയാണ് വിജയ്. സർക്കാർ സിനിമ അതിൽ പോലും ഇത്ര മാസില്ല. ദ ഗവൺമെന്റ് സ്റ്റോപ്പ് ഹിസ് മൂവി ഫ്രം റിലീസിംഗ്. ബ്രോ ബിക്കം ദ ഗവൺമെന്റ്. അന്ന് അണ്ണന്റെ പടം സെൻസർ ബോർഡ് കട്ട് ചെയ്തു. ഇപ്പൊ അണ്ണൻ സെൻസർ ബോർഡ് കട്ട് ചെയ്യും. ജനനായകന്റെ റിലീസ് ബ്ലാസ്റ്റ് ആയിരിക്കും എന്തായാലും. ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് സൂപ്പർ സ്റ്റാർ വന്ന് ചേർന്നിരിക്കുന്ന പോലെ തോന്നുമെങ്കിലും ഒരുപാട് വർഷത്തെ അത്രത്തോളം എഫോർട്ട് ഇട്ടിട്ടാണ് പുള്ളി ഈ റേഞ്ചിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് നല്ലൊരു ഗവൺമെന്റ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ക വിജയണ്ണ ഇതൊക്കെ ആരടാ അടച്ചു വിടുന്നത്? വി ഡി സതീശൻ സാറിന്റെ UDF ആണ് നമ്മുടെ ഇപ്രാവശ്യം തൂക്കിയിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാർ ഭരണത്തിൽ വന്നിരിക്കുകയാണ് ഗൈസ്. UDF സെഞ്ചുറിയാണ് അടിച്ചിരിക്കുന്നത്. അമ്മാതിരി തൂക്കിയടി. എല്ലാ സ്ഥലത്തും UDFന്റെ ഒരു ഡോമിനേഷൻ തന്നെയായിരുന്നു ഇപ്രാവശ്യം നടന്നിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ തോപ്പിച്ചു, പക്ഷെ അവസാനം തോക്കുന്നത് നിങ്ങളായി. ഇമോഷണലാക്കിയ ഒരു മെസ്സേജ്. നിങ്ങളൊരു 10 വർഷം ഭരിച്ചില്ലേ? വയലൻസ് അല്ല, ഇപ്രാവശ്യം ഇമോഷണൽ ട്രാക്കാണ്. അതെ, ഞങ്ങൾ തോറ്റു. ഇനി വരുന്ന കാലം, ഇനി എത്ര പെൻഷൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. മഴവില്ലിൽ നിറമില്ലാത്ത കാലം, എലി ചത്ത അരി കിട്ടുന്ന സ്കൂൾ. ഇതെന്തിനാണ് നിങ്ങളിങ്ങനെ പേടിപ്പിക്കുന്നത്? ആ ഗവൺമെന്റ് ഒന്ന് ഭരിക്കട്ടെ. എന്തിനാണ് ഇങ്ങനെ പേടിപ്പിക്കുന്നത്? നിങ്ങൾ നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. സ്കൂളിൽ ബുക്കില്ലാത്ത കാലം, വെളിച്ചമില്ലാത്ത കേരളം, KSRTC നിർത്തലാക്കുന്ന കേരളം, RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന UDF. ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കരുത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 പ്രാവശ്യം LDF ജയിച്ചു. ഇപ്രാവശ്യം LDF തോറ്റു, UDF ജയിച്ചു. ഇത് വെറും ഇലക്ഷൻ അല്ല, AI ഇലക്ഷന് വേണ്ടി പറയേണ്ടി വരും. അമ്മാതിരി എഫക്റ്റ് ആണ് AI പണി വെച്ചിരിക്കുന്നത് ഓരോ ചാനലിലും. പക്ഷെ ഇതൊന്നും അല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, കാത്തിരുന്നത് 3 പേരുടെ വിജയത്തിന് വേണ്ടിയാണ്. ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയിന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിൽ ആ ചക്ക കായ്ക്കും. പെർഫെക്റ്റ് മീം എവർ എക്സിസ്റ്റ്. മാവിലച്ചക്ക തിന്നാൻ പാടുണ്ടോന്ന് മാവിലാഴ്ചയെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ല. മാരാറും ഡോക്ടർ റോബിനും കളത്തിലിറങ്ങിയായിരുന്നു. റോബിൻ അലറാത്തത് കൊണ്ടാണോ ഇലക്ഷന് പൊട്ടിയെന്ന് എനിക്കറിയില്ല. പിന്നെ അഖിൽമാരാറിന്റെ റിസൾട്ട് വളരെ കൗതുകത്തോടെ നമ്മൾ നോക്കി. അഖിൽമാരാർ മുന്നിലായിരുന്നു. പക്ഷെ ടിവിയുടെ മുന്നിൽ, വീടിന്റെ മുന്നിൽ, കണ്ണാടിയുടെ മുന്നിൽ ഒക്കെ ആയിരുന്നു. പക്ഷെ വോട്ടിൽ മാത്രം മുന്നിലല്ല. നോട്ട് ചെയ്തോ, കേരളത്തിൽ ഈ വരുന്ന ഇലക്ഷൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ചിഹ്നമാണ്. ബിഗ് ബോസ് താരം 1141 വോട്ടുമായിട്ട് 3ാം സ്ഥാനത്താണ് എന്നാണ്. ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിൽ ആ ചക്ക കായ്ക്കും. മാവിലച്ചക്ക തിന്നാൻ പാടുണ്ടോ മാവിൽ. തോൽവി തന്നെയല്ലേ പരാജയം. ചക്കക്ക് എന്താണ് സംഭവിച്ചത്? ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. 2020 ആടപടലം ചക്ക എല്ലാം ചീഞ്ഞുപോയി. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്തിൽ കയറി വന്നോ? ഇല്ലല്ലോ.
son. So son is really kissing me. I love that kissing. ഇനിയിപ്പോ വെയിലൊന്നും കൊള്ളണ്ടല്ലോ. ജയിക്കുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരും. തീർച്ചയായും. ജയിക്കുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരും. തീർച്ചയായും. ഒരു റെയിൽവേ സ്റ്റേഷൻ അല്ലേ നമുക്ക് മിസ്സായത്. ഞങ്ങൾ വയനാട്ടുകാർക്കൊരു റെയിൽവേ സ്റ്റേഷൻ മിസ്സായി. ആ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. മെയ് 4 UDF ജയിച്ചിട്ട് വേണം KSRTC ബസ്സിൽ കേരളം മൊത്തം ഫ്രീ ആയിട്ട് കറങ്ങാൻ. VD സതീശൻ സാർ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് KSRTC ബസ്സിൽ യാത്ര ചെയ്യാന്നുള്ളതാണ്. ഇതൊക്കെ വന്ന അടിപൊളി, ഒന്നും പറയാനില്ല. കാറുകൾക്കൊക്കെ ഇപ്പൊ മോഡിഫിക്കേഷൻ പറ്റും, വീഡിയോ സർക്കാർ വന്നു കഴിഞ്ഞാൽ പറ്റും എന്നുള്ള രീതിയിൽ ഒരു കാർഡ് കണ്ടിരുന്നു. ഞങ്ങളത് മാനിഫെസ്റ്റോയിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. കാരണം അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. മോഡിഫിക്കേഷൻ നടന്നിട്ട് ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ല. ഇപ്രാവശ്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ഗൈസ്, നമുക്ക് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ലിറ്ററലി നമ്മളെല്ലാവരും കാത്തിരുന്ന സംഭവമാണ് അത്. വണ്ടിയിൽ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് മാറും. നമ്മുടെ വണ്ടി കുറേയൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും, അപകടകരമല്ലാത്ത രീതിയിൽ എന്നാണ് VD സതീശൻ സാർ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ എല്ലാവരുടെയും ഡ്രീമാണ്, നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇലക്ഷൻ ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് പ്രത്യേകം പറയാനുള്ള, ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. അത് ഒരു നോർമൽ ആയിട്ടുള്ള സംഭവമാണ്. അത് ആരും അതിന്റെ പേരിൽ ഭയങ്കര വയലൻസിലേക്കോ അങ്ങനെയൊന്നും കടക്കരുത്. ഇവരാരും ജയിച്ചാലും നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയും ആ ഒരു പോസിറ്റിവിറ്റിയും. തമിഴ്നാട്ടിൽ വിജയണ്ണൻ ജയിച്ചു, വിജയണ്ണൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. നമ്മുടെ നാട്ടിൽ UDF ജയിച്ചു. മൊത്തത്തിൽ നല്ലൊരു ഭരണം ആവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ജയിച്ചവർക്ക് എല്ലാവർക്കും ആശംസകൾ. തോറ്റവർ, ഇതൊരു തോൽവിയല്ല, കംബാക്ക്. നല്ലൊരു പ്രതിപക്ഷമായിട്ട് LDF ഉണ്ടാവട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.